നമ്മളിന്നിവിടെ ബിരിയാണി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചിക്കൻ ബിരിയാണിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ചിക്കൻ കറിയായിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിൽ. അതിനുവേണ്ടി നമ്മൾ ഏകദേശം 250 ഗ്രാമോളം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഏകദേശം 1.5 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, മല്ലിയില, ഒരു വലിയ സവാള നേർപ്പിച്ച് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകം, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ തൈര്, 1/2 സ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിതിലേക്ക് വറുത്ത സവാളയും പൊടിയായി അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇത് നമ്മൾക്ക് ബിരിയാണിയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കറിയായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് അത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇത് അതിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് നേരത്തിന് ശേഷം നമ്മളിതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന രീതിയിൽ വേണം നമ്മൾ വേവിക്കാൻ. എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡിയാണ്. ചപ്പാത്തിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.